ഹലോ മക്കളെ, നമ്മളിത് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് 1ാം ക്ലാസ്സിൻ്റെ മാത്സിൽ 7ാമത്തെ ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റിയാണ് കേട്ടോ. ആക്ടിവിറ്റി ബുക്കിൽ 7ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏതാണ്? മോർ ആൻഡ് ലെസ് അല്ലേ, കൂടുതലും കുറവും. അപ്പോൾ ഇവിടെ ഒരു ചിത്രം തന്നത് നോക്കിക്കേ. എന്താണ് ചിത്രത്തിലുള്ളത്? 2 കുട്ടികളുണ്ട്. കുട്ടികളുടെ കയ്യിൽ എന്താ ഉള്ളത്? ഡ്രം സ്റ്റിക്ക് ഉണ്ട് അല്ലേ. അപ്പോൾ ഹൂസ് ഡ്രം സ്റ്റിക്ക് ഈസ് ലോങ്ങർ. അപ്പോൾ ആരുടെ ഡ്രം സ്റ്റിക്കാണ് കൂടുതൽ വലിപ്പമുള്ളത്? ആരുടെയാ? അവരുടെ നേരെ നിങ്ങൾ എന്ത് ചെയ്യണം? പുട്ടെ ടിക്ക് മാർക്ക് അല്ലേ. വലുതാരതാണോ ലോങ്ങർ ആരതാണോ അവർക്ക് താഴെയുള്ള ആ റൗണ്ടിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കണം. ആരുടെയാ? ആ ഗേളിൻ്റെ കയ്യിലുള്ള ഡ്രം സ്റ്റിക്കാണ് അല്ലേ. താഴെ ഒരു ക്വസ്റ്റ്യൻ തന്നത് നോക്കിക്കേ. ഹൗ മെനി ചിക്സ് ഓൺ ദ ഹെൻസ് ബാക്ക്? ഹെന്നിൻ്റെ ബാക്കിൽ എത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ട്? എത്ര ചിക്സ് ഉണ്ട്? 1. ഇനി ഹൗ മെനി ബിലോ? താഴെ എത്രയുണ്ട്? 2. ഓക്കെ അല്ലേ. നെക്സ്റ്റ് എന്താണ്? ഡ്രോ എ ബാറ്റ് ഷോർട്ടർ ദാൻ ദിസ്. പിക്ചറിൽ തന്നിട്ടുള്ള ബാറ്റിനെക്കാട്ടിലും ചെറിയൊരു ബാറ്റ് അവിടെ വരയ്ക്കാം. പിന്നെയോ ഡ്രോ എ ത്രെഡ് ലോങ്ങർ ദാൻ ദീസ് അല്ലേ. അപ്പോൾ രണ്ടാമത്തത് എന്താണ്? ചിത്രത്തിൽ തന്നതിനേക്കാളിലും കുറച്ചും കൂടെ വലിയ ത്രെഡ് അവിടെ വരയ്ക്കാനാണ്. പിന്നെ ഡ്രോ എ ലോങ്ങർ 1 നിയർ ഈച്ച് പിക്ചർ. താഴെ തന്നിട്ടുള്ള പെൻസിൽ, സ്നേക്ക്, അത് രണ്ടിൻ്റെ അടുത്ത് അതിനേക്കാട്ടിലും കുറച്ച് വലിയ ചിത്രം അതേപോലെ സെയിം വരയ്ക്കാനാണ് കേട്ടോ. നെക്സ്റ്റ് ടിക്ക് ദ സർക്കിൾസ് നിയർ ദ ലോങ്ങർ വൺസ് ഓഫ് സെയിം ഒബ്ജക്ട്സ്. ഇവിടെ ഒരേ ഒബ്ജക്ട്സ് തന്നെ ചെറുതും ഉണ്ട് വലുതും ഉണ്ട് അല്ലേ. സ്മോളും ഉണ്ട് പിന്നെ ലോങ്ങും ഉണ്ട്. അപ്പം നിങ്ങൾ ലോങ്ങിന് ടിക്കിട്ട് കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പെൻസിൽ വലുതിന് ടിക്കിടുക, കോമ്പ് വലുതിന് ടിക്കിടുക, സ്പൂണ് ഏതാണോ വലുത് ഇവിടെ ടിക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു ചെറിയ മോള് ചെയ്തതാണ്. അപ്പോൾ അതുപോലെ മക്കൾ നോക്കിയിട്ട് ചെയ്യുക കേട്ടോ. വലുതിനാണ് ടിക്കിട്ട് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് എന്താണ്? ലെറ്റേഴ്സ് മാർക്ക് നമ്പേഴ്സ് അല്ലേ. നമ്പർ ദ ഒബ്ജക്ട്സ് ഇൻ ഓർഡർ ഫ്രം ദ ലൈറ്റസ്റ്റ് ടു ദ ഹെവിയസ്റ്റ്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇവിടെ കുറച്ച് സാധനങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ, ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും വെയിറ്റ് കുറഞ്ഞതിന് 1 കൊടുക്കുക, അതിൽ കൂടിയത് 2, അതിൽ കൂടിയത് 3, അങ്ങനെ ഹെവി ആയിട്ടുള്ളത് വരുമ്പോഴേക്കിന് ലാസ്റ്റ് നമ്പർ വരും. അപ്പോൾ ഏതാണ് ഏറ്റവും വെയിറ്റ് കുറഞ്ഞത്? ലൈറ്റസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? പെൻസിലാണ്. അങ്ങനെ ഓരോന്നിനും 2, 3, 4, 5, 6 അല്ലേ. ആ ഷെൽഫ് എത്തുന്ന സമയത്ത് അത് 6 ആണ് അല്ലേ. അതാണ് ഏറ്റവും ഹെവിയസ്റ്റ് ആയിട്ട് ഉള്ളത്. ഇനി ലെറ്റേഴ്സ് കളർ. ദീസ് ബോക്സസ് ആർ ഫോർ പാക്കിംഗ് ലഡൂസ്. ലഡു പാക്ക് ചെയ്യാനുള്ള ബോക്സസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇൻ വിച്ച് ബോക്സ് ക്യാൻ വി പാക്ക് മോർ ലഡൂസ് ദാൻ ഓൾ ദ അതേഴ്സ്. അപ്പോൾ മറ്റെല്ലാ പാക്കറ്റിനെക്കാട്ടിലും അല്ലെങ്കിൽ ഇതിൽ ഈ ഓരോ ബോക്സുകളിലും ഏറ്റവും കൂടുതൽ ലഡു വെക്കാൻ പറ്റുന്ന പാക്ക് ചെയ്യാൻ പറ്റുന്ന ബോക്സ് ഏതാണോ അതിന് നിങ്ങൾ കളർ ദാറ്റ് ബോക്സ് ഗ്രീൻ. അതിന് നിങ്ങൾ ഗ്രീൻ കളർ കൊടുക്കുക. കളർ ദ സ്മോളസ്റ്റ് ബോക്സ് ബ്ലൂ. ഏറ്റവും ചെറിയ ബോക്സിന് ബ്ലൂ കൊടുക്കുക. അപ്പോൾ ഇതാ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് വൺ? വിച്ച് വെസൽ ക്യാൻ ഹോൾഡ് മോർ വാട്ടർ? ടിക്ക് ആൻഡ് കളർ ഇറ്റ്. ഇതിൽ കൂടുതൽ വെള്ളം കൊള്ളുന്നത് ഏത് പാത്രത്തിലാണ്? അതിൽ നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുത്ത് കളർ ചെയ്യാം. അപ്പോൾ അവിടെ ചെയ്തിട്ടുണ്ട്. ടിക്ക് ദ ലോങ്ങർ റോപ്പ്. ഏതാണ് വലിയ റോപ്പ്? അതിന് നിങ്ങൾ ടിക്ക് കൊടുക്കുക. ടിക്ക് ദ ഹെവിയർ. ഏതാണ് ഹെവി ആയിട്ടുള്ളത്? കൂടുതൽ ഹെവി ആയിട്ടുള്ളത് ഏതാ? ഫസ്റ്റ് ആണല്ലേ. അപ്പോൾ അതിനും ടിക്ക് മാർക്ക് കൊടുക്കുക കേട്ടോ. ഇനി ലാസ്റ്റ് എന്താണ്? ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ആൻഡ് ടെൽ എ സ്റ്റോറി. ഈ ചിത്രങ്ങൾ നോക്കിയിട്ട് ഒരു സ്റ്റോറി പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ഒന്നാമത് ഒരു ഫാമിലി എന്താണ് ഡോങ്കിയെ കൊണ്ട് ചുമലിൽ കുറച്ച് ഭാരമുണ്ട് അല്ലേ, വെയിറ്റൊക്കെ ആയിട്ട് പുഴ കടക്കാൻ നോക്കുകയാണ്. പക്ഷേ ആ വെയിറ്റോട് കൂടെ തന്നെ പിന്നെ ഡോങ്കിയെ വെള്ളത്തിലാണ് കാണുന്നത്. പിന്നെ വെയിറ്റ് ഒന്നുമില്ലാതെ ഡോങ്കിയെയും വിഷമിച്ചിരിക്കുന്ന ആ ഒരു ഫാമിലിയെയും കാണുന്നുണ്ട്. പിന്നെ കൂടുതൽ വെയിറ്റോട് കൂടിയിട്ടുള്ള ഡോങ്കിയെയാണല്ലേ കാണുന്നത്. പിന്നെ വെള്ളത്തിൽ നിന്ന് കയറി വരുന്നതും കാണുന്നുണ്ട്. ഇത് വെച്ച് നമുക്കൊരു സ്റ്റോറി എഴുതാം. സ്റ്റോറിക്ക് നമുക്ക് എന്ത് ടൈറ്റിൽ കൊടുക്കാം? ദ ക്ലെവർ മെർച്ചൻ്റ് ആൻഡ് ദ ലേസി ഡോങ്കി അല്ലേ. ബുദ്ധിമാനായ കച്ചവടക്കാരനും മടിയനായ കഴുതയും. വൺസ് അപ്പോൺ എ ടൈം എ മെർച്ചൻ്റ് ലിവ്ഡ് വിത്ത് ഹിസ് ഫാമിലി അല്ലേ. ഒരിടത്ത് ഒരു കച്ചവടക്കാരനും കുടുംബവും താമസിച്ചിരുന്നു. ഹി ഹാഡ് എ ഡോങ്കി. അയാൾക്കൊരു കഴുതയുണ്ടായിരുന്നു. ഹി വാസ് എ വെരി കൈൻഡ് മാൻ. അദ്ദേഹം ഒരു കരുണയുള്ള മനുഷ്യനായിരുന്നു.
ദ ഡോങ്കി ഓൾസോ ലവ്ഡ് ഹിം വെരി മച്ച്. ഈ ഡോങ്കിക്കായാലും കഴുതക്കായാലും അയാളെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ബട്ട് ദ ഡോങ്കി വാസ് വെരി ലേസി. ഒരു കുഴപ്പമുള്ളത് എന്താ? ആ ഡോങ്കി വളരെ മടിയനായിരുന്നു. ദ മാർക്കറ്റ് വാസ് സം ഡിസ്റ്റൻസ് ഫ്രം ദെയർ ഹൗസ്. അവരുടെ വീട്ടിൽ നിന്നും മാർക്കറ്റിലേക്ക് കുറച്ച് ദൂരമുണ്ട്. ടു റീച്ച് ദ മാർക്കറ്റ് വൺ ഹാഡ് ടു ക്രോസ് എ റിവർ. അപ്പോൾ മാർക്കറ്റിലേക്ക് എത്തണമെങ്കിൽ അതിന് മുൻപ് ഒരു റിവർ ക്രോസ് ചെയ്യണം, ഒരു പുഴ കടക്കണം. റിയലൈസിങ് ദാറ്റ് നൗ ദ ഡിമാൻഡ് ഫോർ സോൾട്ട് വാസ് ഗ്രേറ്റർ, ഹി ടൈഡ് 4 sacks of salt to the donkey's back and set off for the market. ഇപ്പോൾ ഉപ്പിനാണ് കൂടുതൽ മാർക്കറ്റ് എന്ന് മനസ്സിലാക്കിയ അദ്ദേഹം എന്ത് ചെയ്തു? കഴുതയുടെ പുറത്ത് 4 ചാക്ക് ഉപ്പൊക്കെ കെട്ടി വെച്ച് മാർക്കറ്റിലേക്ക് പുറപ്പെട്ടു. വെൻ ഹി റീച്ച്ഡ് ദ റിവർ ദ ഡോങ്കി സ്ലിപ്ഡ് ആൻഡ് ഫെൽ ഇൻ ടു ദ റിവർ. അങ്ങനെ അവർ പോകുന്ന സമയത്ത് ഈ ഡോങ്കി കാല് വഴുതി പുഴയിലേക്ക് വീണു. ദ മെർച്ചൻറ്റ് പുൾഡ് ദ ഡോങ്കി ഔട്ട് ഓഫ് ദ വാട്ടർ. അങ്ങനെ കച്ചവടക്കാരൻ എങ്ങനെ വലിച്ച് പുറത്തേക്ക് എത്തിച്ചു അല്ലേ? ബട്ട് ഓൾ ദ സാൾട്ട് ഈസ് ഡിസോൾവഡ്. പക്ഷേ ഉപ്പെല്ലാം എന്തായി? വെള്ളത്തിലേക്ക് വീണപ്പോൾ അലിഞ്ഞു പോയി. സോ ദേ റിട്ടേൺഡ് ഹോം. അങ്ങനെ അവർ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. ദ നെക്സ്റ്റ് ഡേ ഹി വെൻറ്റ് ടു ദ മാർക്കറ്റ് വിത്ത് ദ സാൾട്ട്. അങ്ങനെ അടുത്ത ദിവസവും അവർ ഉപ്പുമായിട്ട് മാർക്കറ്റിലേക്ക് പോവാണ്. ദിസ് ടൈം ദ ഡോങ്കി ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. പക്ഷേ ഈ സമയത്ത് ഡോങ്കി എന്ത് ചെയ്തു? ശരിക്കും വെള്ളത്തിലേക്ക് എടുത്ത് ചാടി. എന്തിനാണ്? ഓൾ ദ സാൾട്ട് ഡിസോൾവ്ഡ് അല്ലേ? ഉപ്പെല്ലാം അലിഞ്ഞു പോയാൽ പിന്നെ ഡോങ്കിക്ക് ഭാരം എടുക്കണ്ടല്ലോ, വെയിറ്റ് എടുക്കണ്ടല്ലോ. മടിയനാണ് അല്ലേ? ദെൻ ഹി മെയ്ഡ് ഇറ്റ് എ ഹാബിറ്റ് എവരി ഡേ. ഇത് ഒരു സ്ഥിരമാക്കി. ബിക്കോസ് ദ ഡോങ്കി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇഫ് ഇറ്റ് ഫോൾസ് ഇൻ ടു ദ വാട്ടർ ദ സാൾട്ട് ഡിസോൾവ്സ്. കഴുതയ്ക്ക് എന്ത് മനസ്സിലായി? വെള്ളത്തിൽ വീണാൽ ഈ ഉപ്പൊക്കെ അലിഞ്ഞു പോവും, പിന്നെ എനിക്ക് ഭാരം ചുമക്കണ്ടല്ലോ അല്ലേ? അങ്ങനെ മനസ്സിലായിട്ട് മടിയനായ കഴുത എന്നും വെള്ളത്തിലേക്ക് ചാടാൻ തുടങ്ങി. ഹാവിങ് ഡിഫിക്കൽറ്റി വിത്ത് ദ ഡോങ്കി ഹി തോട്ട് ഓഫ് ചേഞ്ചിങ് ഇറ്റ്സ് പൊസിഷൻ ആൻഡ് tied it with cotton which becomes heavier when it get into the water. അപ്പോൾ ആ കച്ചവടക്കാരൻ വിചാരിക്കുകയാണ് എന്ത്? ഇവൻ്റെ മടി മാറ്റണം, ഇവന് ശരിക്കും ഇങ്ങനെ വെള്ളത്തിലേക്ക് ചാടുകയാണെന്ന് മനസ്സിലാക്കിയ അദ്ദേഹം വെള്ളം കയറിയാൽ ഭാരം കൂടുന്ന പഞ്ഞി വെച്ച് കെട്ടാൻ തുടങ്ങി. വിത്തൗട്ട് നോയിങ് ഡേസ് ദ ഡോങ്കി ജംപ്ഡ് ഇൻ ടു ദ വാട്ടർ. ഇതൊന്നും അറിയാത്ത കഴുത എന്ത് ചെയ്തു? സാധാരണ ചെയ്യും പോലെ വെള്ളത്തിലേക്ക് എടുത്തു ചാടി. ആസ് ഇറ്റ് ഫെൽ ഇൻ ടു ദ വാട്ടർ ഇറ്റ്സ് ബിക്കെയിം ഹെവിയർ. പക്ഷേ ഈ പ്രാവശ്യം എന്താണ്? അലിഞ്ഞു പോയില്ലല്ലേ? അത് ഹെവിയറായി, ഭാരം കൂടി. ദിസ് വാസ് റിപ്പീറ്റഡ് ഫോർ 2 or 3 more days. പിന്നെയും 2-3 ദിവസം അവന് പറ്റിക്കപ്പെടാൻ പാടില്ലല്ലോ അല്ലേ? ബുദ്ധിമാനായ കച്ചവടക്കാരെന്ന് ചെയ്തു? 2-3 ദിവസം പഞ്ഞി തന്നെ വെച്ച് കെട്ടി. അപ്പം വെള്ളത്തിലേക്ക് ചാടുന്ന സമയത്ത് എന്താണ്? ഭാരം കൂടുകയാണല്ലേ ചെയ്യുന്നത്. അങ്ങനെ ദ ഡോങ്കി ഹാഡ് ഇനഫ്. അങ്ങനെ കഴുതയ്ക്ക് മതിയായി. സോ ദ ഡോങ്കി ചേഞ്ച്ഡ് ഹിസ് മൈൻഡ്. അങ്ങനെ അവൻ്റെ ആ ഒരു മൈൻഡൊക്കെ ഒന്ന് മാറ്റി അല്ലേ? മടിയൊക്കെ മാറ്റി. ദ മെർച്ചൻറ്റ് ആൻഡ് ദ ഡോങ്കി ലിവ്ഡ് ഹാപ്പിലി എവർ ആഫ്റ്റർ. അതിനുശേഷം ഈ മർച്ചൻറ്റും കച്ചവടക്കാരനും കഴുതയും സന്തോഷത്തോടു കൂടെ ജീവിച്ചു. അവൻ്റെ മടിയൊക്കെ മാറ്റി അല്ലേ? മടിയൻ മല ചുമക്കും എന്നല്ലേ? മടിയൊക്കെ മാറ്റി സന്തോഷത്തോടു കൂടെ ജീവിച്ചു. അപ്പോൾ ഇതൊരു കുഞ്ഞു കഥയാണ് അല്ലേ? അപ്പോൾ മക്കൾക്ക് കഥ ഇഷ്ടമായോ? അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്ററിൻ്റെ ആക്ടിവിറ്റീസ്. ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം.